അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവൂർ. പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരാഗ്രഹമാണ്. അങ്ങനെ കൊതിക്കാത്ത ഒരാളുണ്ടാവുമോ? മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ താഴേക്കാടുന്ന് കുഞ്ഞുണ്ണിക്കാക്കു എന്ന് പേരുള്ള 58 വയസ്സുള്ള ഒരാൾ ഇത്തവണ ഹജ്ജിന് പോയിട്ട് ആദ്യം അവിടെ നിന്ന് ഉംറയൊക്കെ നിർവഹിച്ചു. അങ്ങനെ ആ ഒരു കൂട്ടത്തിൽ ഏറ്റവും ഊർജ്ജസ്വലനായ ഒരു മനുഷ്യനാണ്. ഭാര്യയും കൂടെയുണ്ട്, മകൻ അവിടെ ജിദ്ദയിൽ വേറെ അവിടെ പ്രവാസിയായിട്ടുണ്ട്. അങ്ങനെ ഹജ്ജിന് പോയിട്ട് കഴിഞ്ഞ ദിവസം തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഹറമിൽ പോയിട്ട് തഹജ്ജുദ് നിസ്കരിച്ചു. അങ്ങനെ സുബഹി നമസ്കാരമൊക്കെ കഴിഞ്ഞു ഇവിടെ വന്നു. അങ്ങനെ ളുഹറിൻ്റെ സമയമായപ്പോൾ ളുഹറും അസ്റുമൊക്കെ കൂടി നിസ്കരിച്ചിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹറമിൽ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രതിഫലമുള്ള ഒരു കാര്യമാണല്ലോ. അതൊക്കെ കഴിഞ്ഞ് ഇശാ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് മൂപ്പര് റൂമിലേക്ക് വന്നപ്പോൾ റൂമിൽ വേറൊരാളും കൂടിയുണ്ട്, ഭാര്യ വേറെ റൂമിലാണ്. അങ്ങനെ അദ്ദേഹം കൂടെ ഉള്ളവരോട് പറഞ്ഞു, നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കാനുള്ളതാണ്, വേഗം എഴുന്നേൽക്കാനുള്ളതാണ്, നേരത്തെ കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ നേരത്തെ തഹജ്ജുദിന് എഴുന്നേറ്റ് കൂടെയുള്ള ആൾ പറഞ്ഞു, കുറച്ച് കോൾഗേറ്റ് തായോ പല്ലേക്കാൻ എന്ന് പറഞ്ഞു തേച്ചിട്ട് മൂപ്പര് അവിടെ ഇരുന്നു. അങ്ങനെ മറ്റാൾ എന്ത് ചെയ്തു, വാഷ്റൂമിൽ പോയി വന്നപ്പോഴും മൂപ്പര് പല്ലേക്കാതെ അവിടെ കിടക്കണേ. ചല്ല കാക്കുങ്ങൾ വീണ്ടും കിടന്നോന്ന് വെച്ച് വിളിച്ചു നോക്കുമ്പോൾ ആളാകെ തണുത്ത് മരവിച്ചിരിക്കുന്നു. ആ മനുഷ്യൻ ഹജ്ജിന് വന്നിട്ട് ഹജ്ജ് ചെയ്യാതെ ഹാജിയായിട്ട് പടച്ച റബ്ബിലേക്ക് പോയിരിക്കുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഹജ്ജ് അള്ളാഹു സ്വീകരിക്കട്ടെ. അങ്ങനെ വേഗം അമീറിനെ വിളിച്ചു, ആളുകളെ വിളിച്ചു. ഹജ്ജ് ചെയ്യാൻ കൊതിച്ചു വന്നൊരു മനുഷ്യൻ, ഹജ്ജ് മാത്രമാണ് ആ മനസ്സിൽ തന്നെ കബറടക്കി. എന്തൊരു പവിത്രമായ മരണമാണല്ലേ. നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒരു പക്ഷേ ഈ പെരിന്തൽമണ്ണ താഴേക്കാടുള്ള കുഞ്ഞുണ്ണിക്കാക്കൂനെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ വിവരങ്ങളൊന്ന് പങ്കുവെക്കുക. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഹജ്ജ് അള്ളാഹു സ്വീകരിക്കട്ടെ. വളരെ അപൂർവം ചില ആളുകൾക്ക് കിട്ടുന്നൊരു ഭാഗ്യമാണ്. ഹജ്ജിന് വേണ്ടിയിട്ട് ഇറങ്ങും, പക്ഷേ ഹജ്ജ് ചെയ്യാൻ അവർക്ക് കഴിയില്ലെങ്കിൽ ഒരു യഥാർത്ഥ ഹജ്ജ് ചെയ്ത പ്രതിഫലം അങ്ങ് അള്ളാഹു കൊടുക്കും. ഇപ്പോൾ നമ്മളൊരു ഹജ്ജ് ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ ഹജ്ജിൽ കുറേ പിഴവുകളും പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു ന്യൂനതകളുള്ള ഹജ്ജായി മാറിയാണ്. പിന്നെ അള്ളാഹ് ന്യൂനതകൾ മാറ്റിത്തരണം. ഇത് ഹജ്ജിലായിട്ട് വന്ന് നമ്മൾ ആ ഹജ്ജിൻ്റെ മനസ്സോടുകൂടി നടക്കുന്നു. നമുക്ക് അള്ളാഹു ആയുസ് തന്നില്ല. അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് നമ്മൾ യാത്രയായെങ്കിൽ ഒരു യഥാർത്ഥ ഹാജിയുടെ മുഴുവൻ ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് നമ്മൾ അള്ളാഹുവിനെ കാണാൻ പോവുക. നമുക്കെല്ലാവർക്കും അള്ളാഹു ഹജ്ജും ഉംറയും ഒക്കെ മഖബൂലായിട്ട് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. വലിയൊരു കൊതി തന്നെയാണ് ആ മണ്ണിൽ പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ അവസാനിക്കണേന്ന് ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും കേട്ടോ. നമ്മൾ പോകാത്തതുകൊണ്ട് നമുക്കറിയില്ല. പോയ ആളുകൾ അത്രയും തിരക്കും. അതൊരു ആവേശമാണ്, അതൊരു മനസ്സിൻ്റെ ഉള്ളിൽ തോന്നുന്ന ഒരു അഭിലാഷമാണെന്ത്, ഇനി റബ്ബേ എൻ്റെ എല്ലാം അവസാനിച്ചു, ഇനി ഇവിടെ നിന്നെ വിളിച്ചാലും പ്രശ്നമില്ല, ഞാൻ ആ മണ്ണിൽ ഞാൻ ലയിച്ചോളാം. മക്കത്തെ മണ്ണിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ കൽബിൽ കാബ ഉണ്ടോ, നമ്മുടെ കൽബിൽ റസൂലുള്ള ഉണ്ടോ, എവിടെ കിടന്ന് മരിച്ചാലും നമ്മൾ മക്കത്തും മദീനത്തും മരിച്ചതിൻ്റെ പുണ്യം തന്നെയാണ്. നമ്മുടെ കൽബിൽ അത് ഉണ്ടാവണം. അതാ ഫിസിക്കലി നമ്മളവിടെ പോയിട്ട് കൽബിൽ അതില്ലെങ്കിൽ, അതിപ്പോൾ അബൂജഹലും അവിടെ തന്നെ കിടന്നിട്ടുള്ളത്, അതേപോലൊപ്പം അബൂലഹബും അവിടെ തന്നെ കിടന്നിട്ടുള്ളത്. അപ്പോൾ ആ മണ്ണിനല്ല പ്രത്യേകത. നമ്മുടെ കൽബിൽ എന്തുണ്ടാവണം, ആ മക്ക ഉണ്ടാവണം, അവിടെ നമ്മൾ ഹറം ഉണ്ടാവണം, അവിടെ റസൂലുള്ള ഉണ്ടാവണം. നമ്മൾ കേട്ടില്ലേ, വഅലമു അന്ന ഫീക്കും റസൂലുള്ള, നിങ്ങളിലുണ്ട് റസൂലുള്ള, നിങ്ങൾ അറിയണം എന്ന് ഖുർആനി പറഞ്ഞതാ. അപ്പോൾ അത് സ്വഹാബികളോട് മാത്രമല്ലല്ലോ, നമ്മളോട് ലോകാവസാനം വരെ ഉള്ളവരോടല്ലേ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആ റസൂലുള്ള ഉള്ള ഒരാളാണെങ്കിൽ അതിനി പന്താവൂർ കിടന്ന് മരിച്ചാലും കോഴിക്കോട് കിടന്ന് മരണപ്പെട്ടാലും മക്കത്ത് കിടന്ന് മരണപ്പെട്ടാലും റസൂലുള്ള ഉള്ളിലുണ്ടോ, രക്ഷപ്പെട്ടു. എന്തായാലും ആ ഹാജി ഭാഗ്യമുള്ളൊരു ഹാജിയാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഹജ്ജ് സ്വീകരിക്കട്ടെ. നമുക്കെല്ലാവർക്കും, നമ്മുടെ ഈ വീഡിയോ കാണുന്ന പലരുടെയും പ്രിയപ്പെട്ട ആളുകൾ ഇത്തവണ ഹജ്ജിന് പോയവരുണ്ടാവാം, പോകാൻ വേണ്ടി നിശ്ചയിച്ച ഇത്തവണ യാത്ര തുടങ്ങാൻ വിചാരിച്ച ആളുകളുണ്ടാവും. ആ വിവരങ്ങളൊന്നും പങ്കുവെക്കാൻ മറക്കരുത്. അപ്പോൾ ഞാനിത് പറഞ്ഞ കൂട്ടത്തിൽ നമ്മളെല്ലാവരും ആ ഒരു ഹാജിക്ക് വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ക്ഷമ നൽകട്ടെ. അതോടൊപ്പം മകൻക്കൊന്നും വരാൻ കഴിഞ്ഞില്ല എന്നൊക്കെയാണ് വാർത്തകൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് കൂടുതൽ ഹജ്ജിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ചെറിയൊരു ചരിത്രം ഞാൻ പറഞ്ഞുതരാം. ഹജറുൽ അസ്വദ് എന്ന് പോലുള്ള ഒരു വിശുദ്ധമായൊരു സ്റ്റോണ്, ഒരു കല്ല് വിശുദ്ധ കഅബയിലുണ്ട്. ഈ ഹജറുൽ അസ്വദിനെ കുറിച്ചിട്ട് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ആ തെറ്റിദ്ധാരണകളൊന്ന് നീക്കണം. അതായത് ഒരു 4-5ഓളം പ്രധാന തെറ്റിദ്ധാരണകളാണ്. ഒന്നാമത്തെ തെറ്റിദ്ധാരണ, ഈ ഹജറുൽ അസ്വദ് കല്ല് കിട്ടിയത് ഈ സ്വർഗത്തിൽ നിന്നല്ല, മക്കയിലുള്ളൊരു പർവ്വതത്തിൽ നിന്നാണ്. ചരിത്രത്തിൽ അങ്ങനെ പറയുന്നുണ്ടല്ലോ. ഇതാണ് ഒരു തെറ്റിദ്ധാരണ. ഇത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഈ ഒരു കല്ല് സ്വർഗത്തിൽ നിന്ന് വന്നൊരു കല്ലാണ്, പക്ഷേ ചരിത്രരേഖയിൽ ഇതൊരു പർവ്വതത്തിൽ നിന്ന് കണ്ടെടുത്തതാണെന്നുണ്ടല്ലോ എന്ന് പറയും. അതും ശരി തന്നെയാണ്. എങ്ങനെയെന്ന് വെച്ചാൽ ഈ കല്ല് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ല് വിശുദ്ധ കഅബയിൽ വെച്ചു. അങ്ങനെ കഅബയിൽ വെച്ചിട്ട് നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് പ്രളയം വന്നപ്പോൾ കഅബയൊക്കെ തകർന്നു പോയി. ആ തകർന്നു പോയ സമയത്ത് ഈ കല്ലുമൊക്കെ ഒലിച്ചു പോയിരുന്നു. പിന്നീട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വന്ന് കഅബ പുനർനിർമ്മിക്കുമ്പോൾ, പ്രത്യേകം ശ്രദ്ധിക്കുക, കഅബ നിർമ്മിക്കുമ്പോഴല്ല പുനർനിർമ്മിക്കുമ്പോൾ, നിർമ്മാണം നേരത്തെ മലക്കുകൾ നടത്തിയതാണ്. പണ്ട് കാലത്ത് മലക്കുകൾ ഉണ്ടാക്കിയതാണെന്ത് വിശുദ്ധ കഅബ.
ആ വിശുദ്ധ കാബയുടെ പുനർനിർമ്മാണം നടത്തുമ്പോൾ ഹജറുൽ അസ്വദ് അവിടെ വെക്കണമല്ലോ, അത് കാണാനില്ല. അങ്ങനെ അത് നോക്കാൻ വേണ്ടി ആരെ ഏൽപ്പിച്ചു? ഇസ്മായിൽ നബിയെ ഏൽപ്പിച്ചു. ഇസ്മായിൽ നബി അവിടെ ഒക്കെ തെരഞ്ഞു നടന്നു, പക്ഷെ കിട്ടിയില്ല. അത് ആ പർവ്വതത്തിൻ്റെ മുകളിലായിരുന്നു ആ കല്ലപ്പം കിട്ടിയത്. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്നെയാണ് കിട്ടിയതും അവിടെ കൊടുന്ന് സ്ഥാപിച്ചതും. ഈ ചരിത്ര രേഖ വെച്ചിട്ടാണ് ചില ആളുകൾ പറയുന്നത് ഈ ഹജറുൽ അസ്വദ് എവിടെ നിന്ന് കിട്ടിയതല്ല, സ്വർഗത്തിൽ നിന്ന് കിട്ടിയതല്ല, മറിച്ച് ഈ പർവ്വതത്തിൽ നിന്ന് കിട്ടിയൊരു സാധാരണ കല്ല് മാത്രമാണ്. ഇതാണ് ഒരു തെറ്റിദ്ധാരണ. രണ്ടാമതൊരു തെറ്റിദ്ധാരണ, ഈ കല്ല് എന്താ പറയുക, വെളുത്തിട്ടായിരുന്നു. പിന്നീട് ആളുകൾ ചുംബിച്ചിട്ട് പാമ്പുള്ള ആളുകൾ ചുംബിച്ചിട്ട് അത് കറുത്തു പോയതാണെന്ന്. അതാണ് മറ്റൊരു തെറ്റിദ്ധാരണ. ഈ കല്ലിൻ്റെ നിറം ആദ്യവും വെളുത്താണ്. അത് ആളുകൾ ചുംബിച്ചിട്ട് പാമ്പുള്ള ആളുകൾ ചുംബിച്ചിട്ട് കറുത്ത കളറായതല്ല. അതൊരു തെറ്റായ ഒരു ഇൻഫർമേഷനാണ്. കല്ലിൻ്റെ ആദ്യത്തെ പേര് ഹജറുൽ അസ്വദ് എന്നാണല്ലോ, കറുത്ത കല്ല്. പിന്നെ എങ്ങനെയാണ് അതിന് കല്ല് വെളുക്കുക? ഇതാണ് ചോദിക്കുന്ന സംശയം. അപ്പോൾ ഈ കല്ല് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ വെളുത്ത കല്ല് തന്നെയായിരുന്നു. പിന്നെ ഇത് കറുക്കാൻ കാരണം ഇത് ഒരു തീപിടുത്തമുണ്ടായ കാബക്ക്. ആ തീപിടുത്തമുണ്ടായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം പിന്നീട് വന്ന ഇബ്നു സുബൈറിൻ്റെ ഒരു ഭരണകാലത്താണ് ഈ തീപിടുത്തമുണ്ടായത്. ആ തീപിടുത്തത്തിൽ ഈ കല്ലൊക്കെ മുഴുവൻ കത്തിയിട്ട് ആ കല്ലിൻ്റെ നിറമൊക്കെ മാറി കറുത്ത കളറായിട്ട് മാറി. അപ്പോൾ ചോദിക്കും, അപ്പം പിന്നെ ഹജറുൽ അസ്വദ് എന്ന് പറയാൻ എന്താ കാരണം? അതാണ് മറ്റൊരു തെറ്റിദ്ധാരണ. അസ്വദ് എന്ന് പറഞ്ഞാൽ അത് ബ്ലാക്കാണെന്ന് ആരാ പറഞ്ഞത്? കറുത്ത കല്ല് എന്നതിന് അർത്ഥമില്ല. അസ്വദ് എന്നുള്ള അറബി വേർഡ് സവാദ് എന്ന ബ്ലാക്ക് എന്ന വാക്കിൽ നിന്നുണ്ടായതല്ല, സയ്യിദ് എന്ന വാക്കിൽ നിന്നുണ്ടായതാണ്. സയ്യിദ് എന്ന് പറഞ്ഞാൽ ലീഡർ, പ്രധാനപ്പെട്ടത് എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു പ്രധാനപ്പെട്ട സ്റ്റോണാണ്. അതാണ് ഹജറുൽ അസ്വദ്. അസ്വദ് എന്ന് പറഞ്ഞാൽ സവാദിൽ നിന്നുള്ള ധാതുവിൽ നിന്നുള്ള എല്ലാം, മറിച്ച് സയ്യിദ് എന്ന വാക്കിൽ നിന്നുള്ള അസ്വദാണ്. അതായത് വലിയ എല്ലാ കല്ലുകളിൽ നിന്നും ലീഡറായ ഒരു സ്റ്റോണ്, പ്രധാനപ്പെട്ട ഒരു സ്റ്റോൺ എന്നർത്ഥം. അതിന് കറുത്ത ശില എന്ന് കൊടുക്കേണ്ടതില്ല. നമ്മളൊരു പക്ഷേ പല ആളുകളും ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞപ്പോൾ അതിന് കറുത്ത ശില എന്നുള്ളൊരു പ്രയോഗം കൊടുത്തപ്പോൾ അപ്പോഴാണ് നമ്മൾ ഈ കഥ ഉണ്ടാക്കിയത്. പണ്ട് വെളുത്തതായിരുന്നു, പിന്നീട് അപ്പോൾ പണ്ടത് വെളുത്തതന്നെ ഇരുന്നത് ഒരു തീപിടുത്തത്തിൽ കറുത്തു പോയതാണ്. ഈ കല്ല് ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞാൽ കറുത്ത ശില എന്നല്ല, കല്ലുകളിലെ ലീഡറായ പ്രധാനപ്പെട്ട കല്ല് എന്നാണ് ഇതിനർത്ഥം. അതാണ് അസ്വദ് എന്നുള്ള വാക്ക് സയ്യിദ് എന്ന വാക്കിൽ നിന്നുണ്ടായ അസ്വദാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വെള്ളി ആവരണത്തിനുള്ളിൽ വേറൊരു കല്ലിനുള്ളിൽ ചെറു പൊട്ടുകളായിട്ടാണല്ലോ ഈ കല്ല്. ഇതെന്തെങ്ങനെ പൊട്ട് കല്ലുകൾ എന്നുള്ളത്? ഇതൊരു ഹിജറ അല്ല, ക്രിസ്തു വർഷം ഒരു 940കളിൽ ഒരു വിഭാഗം ആളുകൾ ഈ കല്ല് മോഷ്ടിക്കാനൊരു കാരണമുണ്ട്. ഇസ്മായിലി ഷിയാക്കളിൽ നിന്നുള്ള വേറൊരു അവാന്തര വിഭാഗക്കാർ ഈ മതപരമായിട്ട് ഈ ആളുകൾ ഇങ്ങനെ ഹജറുൽ അസ്വദ് ചുംബിക്കാനൊക്കെ തിരക്കൂട്ടിട്ട് പ്രതീകങ്ങളിൽ മാത്രമായപ്പോൾ ഇവർ ഭയങ്കര തീവ്ര സ്വഭാവക്കാരായ ആളുകളായിരുന്നു. ഇവരെന്ത് ചെയ്തറിയും, ആളുകൾക്ക് ഹജറുൽ അസ്വദിനോടുള്ള സ്നേഹമല്ല, മറിച്ച് വെറുതെ കാട്ടിക്കൂട്ടെന്ന് പറഞ്ഞു ഇവരാ കല്ലടിച്ചു മാറ്റിക്കൊണ്ടേ. ഇവരന്ന് വലിയ ആക്രമണം നടത്തി ഹജ്ജിന് വന്ന കുറേ ആളുകളെ കൊന്നു കുഴിച്ചിട്ടു. ചില ആളുകളെ സംസം കിണറ്റിലൊക്കെ ഇട്ടിക്കണു. ആളുകളെ കൊന്നിട്ട് സംസം കിണറ്റിലൊക്കെ ഇട്ടിട്ടാണ് ഇവർ പോയത്. അന്ന് സംസം കിണർ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ളൊരു കിണറാണ്. ഈ അടുത്ത കാലത്താണ് അതൊക്കെ അണ്ടർഗ്രൗണ്ട് കിണറായിട്ട് മാറിയതിട്ടാണ്. അങ്ങനെ ആ കിണറ്റിലിട്ടിട്ട് ഇവർ ഈ കല്ലടിച്ചു മാറ്റി. 20 വർഷം കഴിഞ്ഞിട്ടാണ് ആ കല്ല് പിന്നീട് അവർ തിരിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ ഇവർ ഈ കല്ലൊക്കെ തകർത്തിരുന്നു. അങ്ങനെ ചെറു പൊട്ട് കല്ലുകളായിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നീട് വന്ന ഭരണകൂടമാണ് ആ കല്ല് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി വേറൊരു കല്ലിനുള്ളിലും വെള്ളി ആഭരണങ്ങൾക്കുള്ളിലും മാറ്റി വെച്ചത്. മറ്റൊരു കാര്യം, ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് തുർക്കിയിൽ ഈ കല്ല് രഹസ്യമായി സൂക്ഷിച്ചിട്ടുണ്ട് ഹജറുൽ അസ്വദ്. ഇല്ല, അതൊരു തെറ്റായ ധാരണയാണ്. ഒരുപാട് റസൂലുള്ളാഹിന്റെ ആധാറുകൾ തുർക്കിയിലുണ്ട്. ഒരുപാട് കാലം തുർക്കികൾ ഈ സ്ഥലങ്ങളൊക്കെ ഭരിച്ചതുകൊണ്ട് ആരോ ഉണ്ടാക്കിയൊരു ഒരു തെറ്റായ കഥയാണ്. ചരിത്രപരമായിട്ട് നിലനിൽക്കുന്ന ഒന്നല്ല. തുർക്കിയിൽ ഹജറുൽ അസ്വദ് രഹസ്യമായി സൂക്ഷിച്ചിട്ടില്ല. മറ്റൊരു തെറ്റിദ്ധാരണയാണ് ഈജിപ്തിൽ രഹസ്യമായി സൂക്ഷിച്ചിട്ടുണ്ടെന്ന്. വിശുദ്ധ കഅബയുടെ പല ഭാഗങ്ങളും അല്ലെങ്കിൽ അധികാരങ്ങൾ ഫാത്തിമി ഭരണകൂടം നടത്തിയ സമയത്ത് ഇവരെല്ലാം കഷ്ണം പൊട്ടിച്ചു കൊണ്ടേന്നുള്ള ആരോപണങ്ങളുണ്ട്. പക്ഷേ ആ ആരോപണങ്ങളൊന്നും ചരിത്രപരമായിട്ട് നിലനിൽക്കുന്ന വസ്തുതകളല്ല. ഹജറുൽ അസ്വദിനെ കുറിച്ച് നിങ്ങൾ ഈ പുതിയ വിവരങ്ങളാണ് നിങ്ങൾ കേട്ടതെങ്കിൽ ആ സന്തോഷം നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യണേ. ഞാനിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, വിശുദ്ധ കഅബ തകർത്ത ഒരു മുസ്ലിം ഭരണാധികാരിയുണ്ട്. വിശുദ്ധ കഅബ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലം ഒരു മുസ്ലിം ഭരണാധികാരിയെ കൊല്ലാൻ വേണ്ടിയിട്ട് വേറൊരു മുസ്ലിം ഭരണാധികാരി തന്നെ യുദ്ധം ചെയ്തിട്ട് ഈ വിശുദ്ധ കഅബ തകർക്കപ്പെട്ടിട്ടുണ്ട്. ഏത് മുസ്ലിം ഭരണാധികാരിയാണ് വിശുദ്ധ കഅബ തകർത്തത് എന്നുള്ള ചോദ്യം. അന്ന് ആ ഭരണാധികാരിയെ ചൂണ്ടിക്കാട്ടിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട മകൾ അസ്മാ ബീവി പറഞ്ഞൊരു വാക്ക്, നീ ആണടാ കഅബ തകർക്കുന്നത് ദജ്ജാൽ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഏത് മുസ്ലിം ഭരണാധികാരിയാണ് ഈ കഅബ തകർത്തത് എന്നുള്ള ചോദ്യം. ഞാൻ 3 ഓപ്ഷൻ പറയാം. ഇതിൽ ഒന്നാമതൊരാൾ ഹജ്ജാജ് ബിൻ യൂസഫ്, മറ്റൊന്ന് സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്, മറ്റൊന്ന് മർവാൻ. മൂന്ന് ഭരണാധികാരികളുടെ പേര് ഞാൻ പറഞ്ഞു. ഒന്ന് ഹജ്ജാജ് ബിൻ യൂസഫ്, സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്. നിങ്ങൾ സുലൈമാൻ എന്ന് കുറച്ചാൽ മതി. ഒരാളെ ഹജ്ജാജ്, ഒരാളെ സുലൈമാൻ, ഒരാൾ മർവാൻ. ഇതിൽ ഏത് ഭരണാധികാരിയാണ് ഈ കഅബ തകർത്തത് എന്നുണ്ടെങ്കിൽ ആ ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.